അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, പഴുന്നാന മഹല്ല് വലിയ സന്തോഷത്തിലാകുമ്പോൾ നമ്മുടെ മഹല്ലത്തിലെ മുദരിസായ സൈനുൽ ആബിദ് അഹ്സനി വല്ലപ്പുഴയാണ് സംസാരിക്കുന്നത്. മഹല്ലിന്റെ ഈ വലിയ സന്തോഷ നിമിഷം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പ്രകൃതിക്കും പ്രകൃതി സംരക്ഷണത്തിനും വലിയ സ്ഥാനം നൽകുന്നുണ്ട്. മഹല്ലത്തിന്റെ പള്ളിപ്പറമ്പിൽ വിശാലമായ സ്ഥലത്ത് പ്രകൃതി കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായി വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന പരിശുദ്ധ ഇസ്ലാമിൽ മുത്തുനബി തങ്ങൾ പറഞ്ഞതായി കാണാം. വല്ലൊരുത്തനും അന്ത്യം ഭവിക്കുന്നു എന്ന് കണ്ടാൽ, മരണമെത്തുന്നു എന്ന് കണ്ടാൽ അവന്റെ കയ്യിൽ ഒരു പച്ച തണ്ടുണ്ടെങ്കിൽ അത് ഭൂമിയിൽ വെച്ചുപിടിപ്പിക്കണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം എത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിലേക്ക് സഹകരിച്ച സന്തോഷങ്ങൾ രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ കഴിഞ്ഞ ആഴ്ച തൈ വെച്ചതിന്റെ ഭാഗമായി ഇന്ന് ബാക്കിയുള്ള തൈകളെല്ലാം വെച്ച് തീർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത്. പരിസ്ഥിതി സംരക്ഷണം നവജനതയുടെ അനിവാര്യ ഘടകമാണ്. അതിന്റെ ഭാഗമായി പഴുന്നാന മഹല്ല് ജമാഅത്ത് കമ്മിറ്റി കാലങ്ങളായി ചെയ്തു വരുന്ന ഭാഗം തന്നെയാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പരിപൂർണമായി മഹലിന്റെ 2 ഖബർസ്ഥാനും പൂർണ്ണമായും തൈകൾ വെച്ചുകൊണ്ട് ഈ വൃക്ഷത്തൈ നടൽ ഇപ്രാവശ്യം അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഭംഗിയാക്കി നടത്താൻ നിങ്ങളെല്ലാവരും സഹായവും സഹകരണവും നാട്ടുകാരെല്ലാവരും സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പഴുന്നാന മഹലിന്റെ ഭാരവാഹികളാണ് പ്രസിഡന്റ് ലത്തീഫ് ഹാജി, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സലീം ഹാജി, മുദരിസ് സൈനുൽ ആബിദ് അഹ്സനി, മഹലിന്റെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സലീം. കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ഖബർസ്ഥാന് ഉൾപ്പെടെയുള്ള പഴുന്നാന മഹലിന്റെ കീഴിലുള്ള ഏകദേശം 4-4.5 ഏക്കർ സ്ഥലം, അത് പടുവൃക്ഷങ്ങളും അതുപോലെ തന്നെ മറ്റു കാടുകളായിട്ട് കിടക്കുന്ന ഒരവസ്ഥ, അത് മാറ്റിയിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ സമയം നമ്മൾ കമ്മിറ്റി അതിന് തീരുമാനമെടുക്കുകയും അതിൻ്റെ ഒരു തുടക്കം എന്നോണം ഇന്ന് 100ഓളം തൈകൾ നമ്മുടെ ഈ ഖബർസ്ഥാനിൽ വെച്ച് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്ത് അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് എല്ലാവരും കൂടെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ തന്നെ നാട്ടുകാരും യുവാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അതിൻ്റെ ബാക്കി സ്ഥലങ്ങളിലും കൂടെ വരുന്ന സമയങ്ങളിൽ നമ്മൾ ഇത്തരത്തിൽ ഫലവൃക്ഷ തൈകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഒരു മഹല്ലൊരു ഹരിതവൽക്കരണം നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് മഹല്ല് കമ്മിറ്റി ഉള്ളത്. അതിന് പൂർണ്ണമായിട്ടുള്ള സഹകരണം നാട്ടുകാരുടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ യുവാക്കളും മറ്റ് എല്ലാ ജാതി മതത്തിലുള്ള ആളുകളും അതിനുള്ള സഹകരണവും സഹായവും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. آل سيدنا ومولانا محمد أوصل اللهم ثواب قراءتنا وبركة اجتماعنا وبركة أعمالنا إلى حضرة حبيبك محمد صلى الله عليه وسلم. അപ്പൊ ക്ലാസിക് എടുക്കണം.